നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി CPM-ന് ശക്തിയല്ല, ഇന്ന് തുറന്ന ബാധ്യതയാണ്. ഈഴവ വോട്ട് ബാങ്ക് ഉറപ്പാക്കാൻ CPM നടത്തിയ രാഷ്ട്രീയ അടവിന്റെ വിലയാണിത്. ഹിന്ദു വിശ്വാസം, ശബരിമല, സ്വർണ്ണക്കൊള്ള എല്ലാം ചേർന്ന് CPM-ന് ഭാരം. വെള്ളാപ്പള്ളിയെ ചേർത്തത് CPM-ന് നേട്ടമല്ല, വിശ്വാസികളിൽ നിന്ന് അകലം കൂട്ടിയ രാഷ്ട്രീയ പിഴവാണ്. വെള്ളാപ്പള്ളി വിഷയങ്ങളിൽ CPM മൗനം പാലിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു, ഇത് സഖ്യബന്ധമാണോ, രാഷ്ട്രീയ തടവാണോ? മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും ലക്ഷ്യമിട്ട വാക്കുകൾ വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായപ്പോൾ CPM-ന്റെ മതനിരപേക്ഷത എവിടെ പോയി? വോട്ട് വേണ്ടപ്പോൾ മതനിരപേക്ഷത, വിവാദമുണ്ടാക്കുമ്പോൾ മൗനം. ഇതാണോ CPM-ന്റെ നിലപാട് വെള്ളാപ്പള്ളി വിഷയത്തിൽ? CPI-യെ ചതിയൻ ചന്തുവെന്ന് വെള്ളാപ്പള്ളി വിളിച്ചപ്പോൾ CPM പിന്തുണയ്ക്കാത്തത് മുന്നണി ബന്ധത്തിന്റെ പേരിലാണ്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ പൂർണ്ണമായി തള്ളാൻ CPM തയ്യാറാകാത്തത് UDF-ന് ഐശ്വര്യമാവുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാട് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി. CPI-യെ ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചതിനെ എതിർക്കുകയായിരുന്നു രണ്ടുപേരും. മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾ ശരിയാണ്, അതിനെ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. അക്കാര്യങ്ങളിൽ വെള്ളാപ്പള്ളിക്കൊപ്പമാണ് എന്നുള്ള കാര്യം CPM വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ, മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ, അതിപ്പോഴും CPM-ന്റെ നിലപാട് അത് മുസ്ലിം ലീഗിനെതിരെയുള്ള പ്രസ്താവനയായിരുന്നു, മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പ്രസ്താവന അല്ല എന്നത് തന്നെയാണ്. UDF-ന് ഐശ്വര്യമായി മാറുകയാണോ വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള CPM-ന്റെ നിലപാട്? ഇതാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഒപ്പം CPI മുന്നറിയിപ്പ് നൽകിയിട്ടും ഇക്കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ലേ CPM വെള്ളാപ്പള്ളി വിഷയത്തിൽ? ഇതും ചർച്ച ചെയ്യുന്നു പ്രൈം ഡിബേറ്റിൽ ഇന്ന് ഡോക്ടർ G ഗോപകുമാർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീ CK ഷാക്കിർ, ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഡോക്ടർ G ഗോപകുമാർ, ഇപ്പോൾ ഇന്ന് CPM കുറച്ചുകൂടി നിലപാട് വെള്ളാപ്പള്ളി വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ളതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു നിലപാടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ഒരു വ്യക്തമായൊരു മാറ്റമുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി രാഷ്ട്രീയമായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്നാണ്. അതുവഴി അദ്ദേഹത്തിൻ്റെ വിപുലമായ സാമൂഹിക ശക്തി, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ, അതോടൊപ്പം അദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റുന്നൊരു വ്യക്തിയാണ് എന്നുള്ള നിലയിലാണ് വെള്ളാപ്പള്ളി നടേശനെ പരമ്പരാഗതമായി കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. അദ്ദേഹം പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപൂർവമായിട്ട് മാത്രമേ തെറ്റിയിട്ടുള്ളൂ. മാത്രമല്ല CPM-ൻ്റെ പ്രധാനപ്പെട്ട വോട്ട് വരുന്ന ഒരു മാർഗം അല്ലെങ്കിൽ മേഖല എന്ന് പറയുന്നത് അത് ഈഴവ സമുദായത്തിൽ നിന്നാണെന്നുള്ളത് പരക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഫോർമലായിട്ട് ഔപചാരികമായിട്ട് SNDP-യുടെ ജനറൽ സെക്രട്ടറിയും കൂടി എൻഡോഴ്സ് ചെയ്യുമ്പോൾ അതിന് വലിയ ശക്തി ഉണ്ടാകും. ആ നിലയിൽ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി പിന്തുണച്ച ആളാണ് SNDP യോഗവും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിയും. ഇതിനിടയ്ക്ക് ഒരു അപവാദം പറയാനുണ്ട്. കാരണം BJP-യുടെ സഹായിയായി വന്ന BDJS രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഫോർമലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് BDJS-ൻ്റെ സമുന്നതനായ നേതാവ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം നടത്തിയെങ്കിലും BJP-ക്കെതിരെ കാര്യമായിട്ടൊന്നും വിമർശനം നടത്താതെ, എന്നാൽ ഇടതുപക്ഷത്തോട് അനുഭാവം കാണിച്ച് കുറെ കാലമായിട്ട് നിൽക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന പല കാര്യങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ, മുസ്ലിം സമുദായമല്ല മുസ്ലിം ലീഗാണെന്ന് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ്. ആ കടന്നാക്രമണത്തെ തള്ളിപ്പറയാനായിട്ട് ഭരണകക്ഷിയിൽ നിന്നും ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ഇവർ എൻഡോഴ്സ് ചെയ്യണു എന്നുള്ളതാണ്. എന്നാൽ ഇത് വരും കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് 4 മാസം കഴിയുമ്പോൾ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ അടുത്ത് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി
SNDPയുടെ മാത്രം പിന്തുണ കൊണ്ട് ജയിച്ചു കയറാമെന്ന് പറ്റില്ല എന്നുള്ള സാമാന്യ ബോധ്യം അവർക്കുണ്ടായിരിക്കണം. എന്നാൽ അദ്ദേഹത്തെ തള്ളാനും താല്പര്യമില്ല. ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിലാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ ചോദിച്ചതുപോലെ ഇടതുപക്ഷ മുന്നണിക്കൊരു ബാധ്യതയാകുമോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം LDF നടത്തിയ ഒരു വിലയിരുത്തലിൽ ഇപ്പോൾ BJPയിലേക്ക് ഹൈന്ദവ വോട്ടുകൾ പോകുന്നു, അത് ഈഴവ വോട്ടുകൾ പോകുന്നു എന്നുള്ള വിലയിരുത്തലിൽ വെള്ളാപ്പള്ളിയെ കൂടുതൽ ചേർത്ത് നിർത്തുവാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു കൺസോൾട്ടേഷൻ, മുസ്ലിം കൺസോൾട്ടേഷൻ വരുന്നു, അത് UDFന് അനുകൂലമായി മാറുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലും വരുന്നു. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയാത്ത ഒരു വിഷമവൃത്തത്തിലാണ് CPM എന്ന് വേണം കരുതാനില്ലേ? അതേസമയത്ത് തന്നെ CPIയുടെ മുന്നറിയിപ്പുണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് CPI നിലപാടെടുത്തിരിക്കുന്നത്. അവിടെ ഈ മുന്നണി ബന്ധത്തിന്റെ പേരിൽ CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച കാര്യം മാത്രം CPM തള്ളിപ്പറയുന്നു. പക്ഷേ അവിടെയും വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു വിഷമവൃത്തം തന്നെയാണല്ലോ. മറുവശത്ത് മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ. അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയത്ത് ഈ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം നടത്തണം. അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകൾ പോകുവാനും പാടില്ല, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ. അങ്ങനെ ഒരു വിഷമവൃത്തം ഇപ്പോഴുണ്ട് അല്ലേ? ആ വിഷമവൃത്തം വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പ് പഠനങ്ങളും തെളിഞ്ഞതാണ് ഒരു ഗണ്യമായ ഒരു വിഭാഗം OBC ഈഴവ സമുദായത്തിൽ നിന്ന് BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചൊരു സീറ്റ് മാത്രമാണല്ലോ ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഇടതുപക്ഷത്തിലേക്ക് വോട്ട് വരണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ വേണം. ആ നിലയ്ക്ക് അദ്ദേഹവുമായി അടുത്ത് വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനകത്ത് കുറച്ച് സാങ്കത്യവുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വാസ്തവത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത് ഒരു വലിയ റിസ്ക്കാണ്. കാരണം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനോട് നിൽക്കുന്ന സാമൂഹിക ഗ്രൂപ്പുകളൊന്നും ഇടതുപക്ഷത്തെ അങ്ങനെ പെട്ടെന്ന് കൈയൊഴിയുകയില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവന ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെ അകറ്റുമെന്നുള്ളത് വ്യക്തമാണ്. അത് UDFിലേക്ക് ഒരുമിച്ച് ക്രോഡീകരിച്ച് പോയാൽ കൺസോൾട്ടേഷൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ CK ശാക്രിന്റെ മുസ്ലിം ലീഗ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എപ്പോഴും മുസ്ലിം ലീഗിനെതിരാണ് എന്ന രീതിയിൽ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ്. ശ്രീ CK ശാക്കിർ, പൊതുവെ പറയുമ്പോൾ ഇപ്പോൾ UDFന് ഐശ്വര്യമാവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. നിങ്ങളും സന്തോഷിക്കുകയാണല്ലോ വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ ഈ പരാമർശങ്ങളിലും അതിനോട് CPM എടുക്കുന്ന നിലപാടുകളിലും. അല്ല, നമുക്ക് സന്തോഷമല്ല. നമുക്ക് യഥാർത്ഥത്തിൽ കേരളീയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ വോട്ടിൻ്റെ ഒരു കണക്കെടുത്താൽ ഇവിടെ തൊട്ടു മുമ്പ് ശ്രീ ഗോപകുമാർ സംസാരിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി 17% വോട്ടുണ്ടായിരുന്ന BJP 14% താഴ്ന്നതാണ്. CPMനും വലിയ രീതിയിൽ വോട്ട് നഷ്ടമുണ്ടായി. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള വിഷവാചകങ്ങളെക്കുറിച്ച് അത് മലയാളികൾ വിലയിരുത്തിയത് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യാപനങ്ങൾ ഉപദേശങ്ങൾ പരിപാലിക്കേണ്ട ഒരു സംഘടന തലപ്പത്തിരുന്ന് കള്ള് കുടിക്കരുത്, വിൽക്കരുത്, പിന്നെ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്ദേശം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ്റെ പേരിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് 14 ജില്ലകളിലും അബ്കാരി ലൈസൻസ് നേടി കള്ള് കച്ചവടം നടത്തുന്ന ഒരു ബാർ ലൈസൻസ് ഉള്ള ഒരു കള്ള് കച്ചവടക്കാരൻ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം SNDP എന്ന സംഘടന ലക്ഷ്യം വളരെ മഹത്തരമാണ്. ആ സംഘടന ലക്ഷ്യം ജാതി വിവേചനങ്ങൾക്കെതിരാണ്, സാമുദായിക സമത്വത്തിന് വേണ്ടിയാണ്, ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് SNDP. ആ SNDPയുടെ തലപ്പത്ത് ഇദ്ദേഹം 1997 വന്ന ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹം NSSൻ്റെ സുകുമാരൻ നായരെക്കുറിച്ച് പറഞ്ഞ വാചകം നമുക്കറിയാം. അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പാഠശാലയിലേക്ക് വരുന്നത്. നമ്മൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ അറിയുന്നത്. നിരന്തരമായി സുകുമാരൻ നായരെ തെറി പറയുന്നു. ഒരു കാലത്ത് ഇപ്പോൾ NSSൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ അദ്ദേഹത്തെയും തെറി പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് മാറ്റി പറയുന്നുണ്ടെങ്കിലും ഒരു സമുദായത്തെ ഒരു കാര്യവുമില്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക ആ രീതിയിൽ അധിക്ഷേപം നടത്തുകയാണ്. ആ അധിക്ഷേപത്തിൻ്റെ ശിക്ഷയാണ് കേരളത്തിലെ മുസ്ലിംകളല്ലാത്ത ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ വോട്ടർമാരും
ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തുള്ള ക്യാഷ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും പറയുന്ന കാര്യം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് മാത്രമേ വെള്ളാപ്പള്ളി നടേശന് CPM-ന്റെ പിന്തുണയുള്ളൂ എന്നാണ് എം എ ബേബി ഇക്കാര്യം പറയുകയുണ്ടായി. എന്ന് വെച്ച് അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്നല്ല. ഈ വിഷയത്തിൽ തന്നെ, ഈ മലപ്പുറം വിഷയത്തിൽ തന്നെ അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്, ഞാൻ മുസ്ലിം ലീഗിനെ പറ്റിയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അതിൽ ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ല. ഇപ്പൊ ലീഗിനെ പറഞ്ഞു, ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അപ്പോൾ ലീഗിനെ പറഞ്ഞതിന് കുഴപ്പമില്ല. ആ കാര്യത്തിലാണ് ഇപ്പോൾ CPM ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അല്ല മഞ്ജുഷേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വിമർശനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിമർശനമാണോ? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മലയാളത്തിലാണല്ലോ. അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പറഞ്ഞോ? മലപ്പുറം ജില്ലയിൽ അതായത് പത്തനംതിട്ട ജില്ലയിൽ ജീവിക്കുന്ന, ഇടുക്കി ജില്ലയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കാൾ, മൊത്തം മനുഷ്യരെക്കാൾ ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മതവിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ? ഇപ്പം ഈഴവ ജനവിഭാഗത്തിന് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, മലപ്പുറത്ത് പിന്നെ SNDPക്ക് കോളേജില്ല എന്നൊക്കെ കള്ളക്കണക്ക് പറഞ്ഞതല്ലേ. 968-ൽ അവർക്ക് കോളേജ് കൊടുത്ത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ഈ പിന്നെ 995-ൽ ഇദ്ദേഹം SNDP തലപ്പത്ത് വന്ന ശേഷം ഇവർക്ക് കൊയിലാണ്ടിയിലും പുൽപ്പള്ളിയിലും കോളേജ് കൊടുത്തത് ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. 2002-ലും 2003-ലും പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ കാസർഗോഡും കോളേജ് കൊടുത്ത് നാലകത്ത് സൂപ്പി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. ഇപ്പോൾ 10 വർഷമായി SNDP ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എയ്ഡഡ് ആക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ട് അത് പരിഗണിക്കാൻ പോലും നിൽക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. ഞങ്ങൾ പറയുന്നു, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മുന്നോട്ട് വരാൻ ആവശ്യമായ ഏത് തരത്തിലുള്ള പിന്തുണയും സഹായവും നൽകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഈ വരാനിരിക്കുന്ന UDF-ന്റെ ഭരണസമിതിയും ആ രീതിയിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അർഹമായ ഉന്നമനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. നേരത്തെ ശ്രീ ഗോകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BDJS എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടന ആരുണ്ടാക്കിയതാണ്? അതിൽ അംഗങ്ങൾ ആരാണ്? അത് പ്രഖ്യാപിച്ചത് ആരാണ്? ഈ വെള്ളാപ്പള്ളി നടേശനല്ലേ. അത് BJPക്കൊപ്പം നിർത്തുന്നു. എന്നാൽ ഇപ്പുറത്ത് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ, പിണറായി വിജയൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോൾ CPI-യുടെ ബിനോയ് വിശ്വം പറയും നിങ്ങൾ കേട്ടില്ലേ? അതിൻ്റെ LDF-ലെ ഒരു രണ്ടാമത്തെ പ്രധാന കക്ഷിയെ തെറി പറഞ്ഞിട്ട് പോലും അക്ഷരം അതിനെതിരെ പ്രതികരിക്കാതെ ഇന്നും ശ്രീ MV ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ് നേതാക്കൾ. ലീഗിനെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ, മുസ്ലിം സമുദായത്തെ അല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. പഠിക്കാറായില്ലേ? CPI ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടും പഠിക്കാറായില്ലേ? വരാം, താങ്കളേക്ക് വരാം ജയേന്ദ്രൻ. ഈ പ്രശ്നം ഇത് എന്നോടാണോ ചോദ്യം മഞ്ജുഷേ? അതെ അതെ, ഈ പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ വെക്കാനുള്ള ഒരു പിന്നെ സജഷൻ. കാരണം വളരെ ബോധപൂർവമായി തന്നെ ആണ് വെള്ളാപ്പള്ളി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഇപ്പോ ഗോകുമാർ സാർക്ക് വരാൻ പോകുന്ന ഇലക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അത്യന്തം നിർണായകമായേക്കാവുന്ന ഒരു സാമൂഹിക സമസ്യയെ മുമ്പോട്ടിടാനുള്ള വെള്ളാപ്പള്ളിയുടെ തീവ്രമായ പരിശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ 2 ആഴ്ച മുമ്പോ തുടങ്ങിയൊന്നും അല്ല. അതിന് തുടക്കമിട്ട് കൊടുത്തത് സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ഇതിലെ കാര്യം എന്ന് പറയുന്നത് എന്താണ് പശ്ചാത്തലം? ഇപ്പോ കഴിഞ്ഞ വർഷം 2025 ഏപ്രിലാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ചുങ്കത്തറയിൽ വിവാദ പ്രസ്താവന ഉണ്ടാവുന്ന വെള്ളാപ്പള്ളിയുടെ ആണല്ലോ, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും. അതിന്റെ പശ്ചാത്തലമുണ്ട്. ആ പറയുന്നതിന് എന്താണെന്നറിയാമോ? അതിനെ നമ്മൾ ബന്ധിപ്പിച്ച് കാണേണ്ടത് 5ാം മന്ത്രി വിവാദവുമായിട്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഞാനങ്ങനെ പറയാൻ കാരണം, 5ാം മന്ത്രി വിവാദം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 2015 5ാം മന്ത്രി സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് 1ാം പിണറായി സർക്കാർ വരുന്നു. 1ാം പിണറായി സർക്കാർ വരുമ്പോൾ
അന്ന് പിന്നെ ലീഗ് MLA ആയിരുന്ന KN ഖാദർ 2019 ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രമേയത്തിൽ അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ വിസ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കണക്കുകളും ഒക്കെ നിരത്തി മലപ്പുറത്തിന് തിരൂർ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല അനുവദിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരനാണ്. അദ്ദേഹം രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്, സംസ്ഥാനത്ത് പുതിയ ജില്ല അനുവദിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല, അത്തരം തീരുമാനവുമില്ല. വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നിലപാട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയുടെ വികസനപരമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് സർക്കാർ കാണുന്നത് എന്ന് പറഞ്ഞു. അത് ഒരു ഘട്ടം. അതിനുശേഷം ഈ രണ്ടാം പിണറായി സർക്കാരിൽ കഴിഞ്ഞ വർഷം ലീഗിന്റെ മറ്റൊരു MLA കുറുക്കോളി മൊയ്തീൻ സഭയിൽ ഇതേ വിഷയം ഉന്നയിക്കുന്നു. അദ്ദേഹം സ്വതക്ഷണിക്കൽ പ്രമേയമൊന്നും കൊണ്ടുവന്നില്ല. അദ്ദേഹം ചർച്ചയിൽ പറയുകയാണ് മലപ്പുറത്തിന് പുതിയൊരു ജില്ല വേണം. അതിന് അദ്ദേഹം പറയുന്ന കാരണം 47 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു ജനസംഖ്യ. അപ്പോ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വികസന ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ജില്ലയുടെ ഒരു പ്രദേശത്തു നിന്ന് ജില്ലാ കേന്ദ്രത്തിലേക്ക് ചില മേഖലകളിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ജില്ല അനിവാര്യമാണ്. ഇത് അതിനും യാതൊരു പരിഗണനയും കിട്ടിയില്ല. പക്ഷെ ഇത് രണ്ടും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ഇതാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ ഈ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ കാണുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നെ ഏറ്റവും കൂടുതൽ മറുപടി പറയാൻ ബാധ്യസ്ഥമാക്കിയേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസം. അതിനെ സാമൂഹ്യ ഘടകം എന്ന് തന്നെ പറയാൻ പ്രേരിപ്പിച്ചത് ഇതാവും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിൽ UDF-ന്റെ ഭാഗ്യമാണല്ലോ. ഒരു കാരണവശാലും അല്ല എന്ന് മാത്രമല്ല, UDF-ന് വലിയ തലവേദനയായ തരത്തിലേക്ക് ഈ ഇഷ്യൂ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് തന്നെ കാണാൻ കഴിയും. പക്ഷേ അത് UDF ഉണ്ടാക്കുന്ന തലവേദന ചെറുതായിരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇത് ഈ ഒരു വാദഗതിയെ പിൻപറ്റുന്നവരല്ല ലീഗ് ഒഴികെയുള്ള UDF നേതാക്കൾ ആരും തന്നെ. രഹസ്യമായ ചില കോൺഗ്രസ് നേതാക്കൾ, ഞാൻ സംസാരിച്ചിട്ടുള്ള നേതാക്കൾ സമ്മതിക്കുന്നുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും അല്ലേ എന്തുള്ളവരെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം കോൺഗ്രസിലെ സീസൺഡ് പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് യോജിക്കുന്നില്ല. ഇത് അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായി അവർ കാണുന്നത്, ഇപ്പൊ തന്നെ ലീഗിന്റെ കോട്ടയാണ് മലപ്പുറം ജില്ല. 16-ൽ എത്രയാണ് സ്വാധീന ശക്തിയുള്ളത്? അത് 4 എണ്ണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടി ഇപ്പൊ മൊത്തം 16 മണ്ഡലവുമായി ഈ വർഷം കഴിഞ്ഞപ്പോഴേക്ക് സ്വാധീനം എന്നുള്ള നിലയിൽ എത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോ അവിടെ തന്നെ ആ ജില്ലയിൽ തന്നെ ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ പേരിൽ പുതിയൊരു ജില്ലയോട് അനുവദിച്ചാൽ ലീഗിന് മാത്രം സ്വാധീന ശക്തിയുള്ള 2 ജില്ലകൾ വടക്കൻ മേഖലയിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായക പ്രശ്നമായി രാഷ്ട്രീയ നേതാക്കൾ, ഞാനീ പറഞ്ഞതുപോലെ സീസൺഡ് പൊളിറ്റീഷ്യൻസ്, എല്ലാ മുന്നണികളിലും പെട്ട അവർ കാണുക അങ്ങനെയാണ്. അത് ചെറിയൊരു കാഴ്ചപ്പാടല്ല മഞ്ജുഷ, അത്രയൊരു വീക്ഷണം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി അങ്ങനെ നമ്മൾ വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് ഇതിനോട് അനുകൂലമായി ചേർത്ത് വെക്കാവുന്ന മറ്റൊരു സംഗതിയാണ്. അതായത് 3 ആഴ്ച അദ്ദേഹം ആലപ്പുഴയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. BDJS-ൽ 2 തരം അഭിപ്രായങ്ങൾ സജീവമായി തുറന്നു വരുന്നുണ്ട്. ഒന്ന്, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവർ, എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നേറ്റം നിൽക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവർ. മറ്റൊന്ന്, അങ്ങനെയല്ല, പിന്നെ LDF-ലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ. ഇത് പറയുന്നവരാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. മറ്റേതെങ്കിലും മുന്നണിയിലേക്ക് പോകണം എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത്. LDF-ലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ ഏത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അതെ, BDJS നേതൃത്വം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ സ്പഷ്ടമാണ് പിന്നെ കാര്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ. താങ്കൾ പറയുന്നത് തലവേദനയായി മാറുന്നത് UDF-നാണെന്നാണ് അല്ലെ? അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്. വേണുഗോപാൽ യോജിക്കുന്നുണ്ടോ? അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ കാര്യത്തിനോട്? ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പൂർണ്ണമായും പഠിച്ചിട്ടുള്ളവർ കേരളത്തിൽ അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്പമെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ പിണറായി വിജയനാണ് എന്നുള്ളതാണ്. കാരണം 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കാലം മുതൽ കേരളത്തിലെ ഈഴവ വിഭാഗത്തിന് ഒരു പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രിയായി എന്നതിനാൽ BJPയോടൊരു അനുഭാവം വരികയുണ്ടായി. അതിൻ്റെ പ്രതിഫലനം പിന്നീട് വന്ന ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുകയുണ്ടായി. അത് നിയമസഭയിൽ താമര വിരിയുന്നതായാലും, നഗരസഭയിൽ പാലക്കാട് ചെയർമാൻ ഉണ്ടാകുന്നതായാലും, ലോക്സഭയിൽ സുരേഷ് ഗോപി പോകുന്നതായാലും, പിന്നീട് ഇപ്പം തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞ് ഒരു മേയർ ഉണ്ടായതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാറ്റം ഭയങ്കരമായ ഒരു ഒഴുക്ക് പോലെയുണ്ട്. ഈ ഒഴുക്ക് മുന്നോട്ട് പോയാൽ തൻ്റെ പാർട്ടിയുടെയും തൻ്റെയും നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടിലാകുമെന്ന് പിണറായി വിജയന് പൂർണ്ണമായും ബോധ്യമുണ്ട്. ആ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കൂടെ പൂർണ്ണമായി പിണക്കി BDJSനെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടെ NDAയുടെ കൂടെ പൂർണ്ണമായും വിട്ടുകൊടുത്താൽ ഒരു പക്ഷേ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് CPM എന്ന ഹിന്ദു പാർട്ടിക്കായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം അറിയാം. മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് ഇന്ന് CPMന് അധികം കിട്ടാനുള്ള സാധ്യത ഇല്ല. ആ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറമായിട്ട് ഒരു ഹിന്ദു വോട്ടുകളും ഇപ്പോൾ ആദ്യം നായർ മുതൽ നായാടി വരെ എന്ന് പറഞ്ഞിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നായർ മുതൽ നസ്രാണി വരെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലേക്കും കൂടെ പോകുന്നതിനും കൂടെയുള്ള സാഹചര്യങ്ങൾ വെള്ളാപ്പള്ളി വന്നാൽ ഒരുക്കുമോ എന്നുള്ള ഒരു പുതിയ തന്ത്രവും കൂടെ അവിടെ ഇടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് പുറമെ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്നും വിവാദങ്ങളും വെല്ലുവിളികളുമാണ് അദ്ദേഹത്തെ വളർത്തിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മലപ്പുറത്തെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞു വരികയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു വർഗീയ പരാമർശം മാത്രമല്ല, അത് മതനിരപേക്ഷമായ പരാമർശം എന്ന് പറയാൻ പറ്റുമോ? അതിനേക്കാൾ വെള്ളാപ്പള്ളി നടത്തുന്നത് മതനിരപേക്ഷ പരാമർശങ്ങളാണ്, മറിച്ച് ലീഗിനെ മാത്രം ആക്രമിക്കുന്നു എന്നാണ് CPM. അല്ല, അതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹം BDJS എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി മുന്നോട്ട് വന്നപ്പോൾ ആണ് അദ്ദേഹത്തിന് കാര്യം പിടിയിട്ടത്. അതുവരെ ഈ ജാതി പറയുന്നതിൽ ഇവിടെ ആരും എതിർത്തിരുന്നില്ല. പക്ഷേ മതം, പ്രത്യേകിച്ച് ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞാൽ അടി കിട്ടും എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായത് BDJS ഉണ്ടാക്കിയപ്പോഴാണ്. അതിൻ്റെ പ്രധാന ഘടകം മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അതിനെതിരെ നീങ്ങുന്നത്. എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് തൻ്റെ സംഘടനയെ, തൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഉദ്ദേശം കൂടെ കാണും. അതായത് ഇവിടെ സംവരണത്തിൽ ഏതാണ്ട് ഈഴവർക്കൊപ്പം നിൽക്കുകയാണ് മുസ്ലിങ്ങളും. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് അദ്ദേഹത്തിനൊരു ഇതുണ്ട്. അതെന്തെങ്കിലും വിധത്തിൽ മാറിക്കിട്ടിയാൽ അതിൻ്റെ ഗുണവും SNDPക്കാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഈഴവർക്കാണ് ഉണ്ടാകുക. ഇപ്പോൾ കിട്ടുന്ന സംവരണത്തിൻ്റെ ഇരട്ടി അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയും ചെയ്യുമെന്നുള്ളത് ഒരു ഗൂഢനീക്കവും കൂടെ ആയിട്ട് കാണേണ്ടതാണ്. ജയേന്ദ്ര സാർ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന UDFന് ഐശ്വര്യമാകുമോ വെള്ളാപ്പള്ളിയുടെ നിലപാടുകളും അതുപോലെ തന്നെ അതിനെ CPM കാണുന്ന രീതിയും എന്നാണല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് മറിച്ചാണ്, UDFനാണ് തലവേദനയായി മാറുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു ആംഗിളിലേക്ക് താങ്കൾ UDFന് ഒരിക്കലും തലവേദനയാകില്ല. പക്ഷേ LDFന് ഈ അന്തരാള ഘട്ടത്തിൽ പിടിച്ചു കയറാനുള്ള പിടിവള്ളിയായിട്ട് CPM വെള്ളാപ്പള്ളിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമായൊരു വിഷയമാണ്. അതായിരിക്കാം ഒരു പക്ഷേ വെള്ളാപ്പള്ളിയെ ഒട്ടും വിടാതെ പിടികൂടുന്നത്. പിന്നെ അവിടെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ടല്ലോ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. അതെ, ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുവന്നതും ഒക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടല്ലോ. മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായി. മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നത് ഇനി എന്ത് കളിച്ചാലും ഈ 3 മാസം കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് വെള്ളാപ്പള്ളി പിണറായി വിജയൻ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരന് നല്ലപോലെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ചെയ്യാവുന്നത് എന്താണ്? വെള്ളാപ്പള്ളിയെ കൂടെ പിടിച്ചുകൊണ്ട് മാക്സിമം ഹിന്ദു വോട്ടുകളും പിന്നെ മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകളും പിടിച്ചു നിർത്താനോ ലീഗിനെ ഒന്ന് എതിർക്കാനായിട്ടുള്ളൊരു ശക്തിയായിട്ട് നിർത്തിക്കൊണ്ട് ചില മുന്നേറ്റങ്ങൾ നടത്താനോ മാത്രമേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ നീക്കത്തിൻ്റെ. ഡോക്ടർ ജി ഗോപകുമാർ, അവിടെ അപ്പോൾ CPIക്ക് തെറ്റ് പറ്റിയോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയോ? അത് രാഷ്ട്രീയം മുന്നിൽ കാണുവാൻ കഴിയാതെ വന്നോ? ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ഞാനായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുകയില്ലായിരുന്നുവെന്ന്. അങ്ങനെ പറയാൻ പറ്റുകയുമില്ലല്ലോ. അതൊരു വ്യക്തിപരമായി പോയി ആ ഒരു ആരോപണം. ഇപ്പോൾ ചതിയൻ ചന്തു എന്ന് CPIയെ വിളിച്ചപ്പോൾ അത് ചതിയൻ ചന്തുവിൻ്റെ തൊപ്പി ആർക്കാണ് ചേരുന്നത്, വെള്ളാപ്പള്ളിക്കാണ് എന്ന് പറഞ്ഞു. അത് ശരി, അവിടം വരെ ശരി. പക്ഷേ ഈ
കാറിൽ കയറ്റാൻ ഞാൻ തയ്യാറാകുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വേഷം കൊടുക്കുവാനായിട്ട്, മറ്റൊരു ചിത്രം കൊടുക്കുവാനായിട്ട് കഴിയും വെള്ളാപ്പള്ളി നടേശന്. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഞാനെന്താ കാറിൽ കയറ്റാൻ കൊള്ളാത്തവനാണോ എന്നുള്ള ഒരു നറേറ്റീവ് കൊടുക്കുവാനും പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ CPIക്ക് അവിടെ തെറ്റുപറ്റുകയായിരുന്നില്ലേ? അത് നിശ്ചയമായിട്ടും. കാരണം CPIക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ വെല്ലുവിളികളാണ് ഉള്ളത് മുന്നോട്ട് പോകാനായിട്ട്. കാരണം നമുക്ക് പ്രവണതകൾ ഏതാണ്ട് വ്യക്തമാണല്ലോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് നന്നായിട്ട് കാണിക്കുകയും ചെയ്തു. ഇനി 3 മാസമേ ഉള്ളൂ, വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല എന്ന് ഏതാണ്ടൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ പ്രവചനം അസാധ്യമാണ് എന്നിരിക്കില്ല. പക്ഷേ പൊതുവേ CPI ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെടിപൊട്ടിക്കാറുണ്ട്. അത് ആദ്യമായിട്ടല്ല. അത് നമുക്കറിയാം. PM ശ്രീയുടെ കാര്യം വന്നപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുക, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും കൂടി കാണിക്കുക എന്നോ ഒരു ഉദ്ദേശം കൂടി അവിടെ ഉണ്ട്. അതാണ് അവിടെ കൂടുതൽ കാണുന്നത്. അതിനെ ഇടതുപക്ഷത്തിന് CPIയെ തള്ളാനും പറ്റില്ല. കാരണം ഏറ്റവും പ്രബലമായ കക്ഷിയാണ്. ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കക്ഷിയാണ്, ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ പോകണു. അതൊരർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇടതുപക്ഷ സ്വഭാവം എന്നുള്ള നിലയിൽ CPI ഒരിക്കലും തള്ളാനും പറ്റില്ല. പക്ഷേ CPI എടുക്കുന്ന ഈ നിലപാട് CPIയെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ കൂടെ നിൽക്കുമ്പോഴും മറുവശത്ത് പഴയ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോഴും അങ്ങനെ മുന്നണിയുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് വരാനല്ലാതെ സ്വന്തമായിട്ട് വളരാനുള്ള ശക്തി CPIക്ക് ഇന്നുമില്ല. ഇപ്പം നമുക്ക് അറിയാം, കേരളത്തിലെ സീറ്റുകളുടെ എണ്ണത്തിൽ CPIയും മുസ്ലിം ലീഗും ഏതാണ്ട് വളരെ മുൻപന്തിയിലാണ്. പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് CPIയുടെ ശക്തി എന്ന് പറയുന്നത് മുന്നണി രാഷ്ട്രീയമാണ്. മുന്നണി രാഷ്ട്രീയം പിൻവലിച്ചാൽ CPI തീർന്നു. 65 മുമ്പിൽ ഉണ്ട്. നമുക്കറിയാം 3 സീറ്റാണ് CPIക്ക് കിട്ടിയത് തനിച്ച് നിന്നപ്പോൾ. അപ്പോൾ CPIക്ക് ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ പ്രസ്താവനകൾ നടത്തിയാൽ മാത്രമേ മാധ്യമ ശ്രദ്ധ കിട്ടുള്ളൂ. അതിനപ്പുറം വെള്ളാപ്പള്ളി ഉണ്ടല്ലോ, കാരണക്കാരൻ വെള്ളാപ്പള്ളി എന്ന രീതിയിൽ ഒരു കാരണം വെള്ളാപ്പള്ളി. അപ്പോൾ അതിനെ ആ രീതിയിൽ CPI അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ വേണുഗോപാൽ സാർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഈ 3 മാസം കൊണ്ട് സംഭവിക്കാനില്ല. പിന്നെ അതിൽ ഡാമേജ് കൺട്രോൾ എന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ സ്റ്റാറ്റസ് കോ അങ്ങനെ തന്നെ പോട്ടെ. കാരണം മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞു, അത് UDFന് അനുകൂലമായിട്ട്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ് നല്ലത് CPMനെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്, CPIക്ക് അവിടെ തെറ്റുപറ്റിയോ എന്ന്. അല്ല, CPMനുള്ളതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം CPMനാണുള്ളത്, CPIക്കല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. CPI എപ്പോഴും 2ാം നിരയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷേ CPMന് അങ്ങനെയല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റാലും ഞങ്ങളെടുക്കുന്ന നിലപാടിലൊരു നിലപാടുണ്ട് എന്ന് കാണിക്കണം. കാരണം അതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. BJPയിലേക്ക് പോകുന്ന വോട്ടുകളെ ചെറുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ CPMന് ഇന്ന് അത്യാവശ്യമാണ്. കാരണം BJP ഇന്ന് കേരളത്തിൽ വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിൽ BJPക്ക് ശക്തമായ വളർച്ച കാണുന്നുണ്ട്. അത് പൊതുവേ ശതമാനത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നെങ്കിലും വിന്നബിലിറ്റി BJPക്ക് ഇന്ന് കൂടിയിരിക്കുകയാണ്. മുന്നണി രാഷ്ട്രീയത്തിലല്ല, അവരുടെ കൂടെ മുന്നണിയിൽ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ ഇടതുപക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയും കൂടി കിട്ടിയാൽ അവർക്ക് നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവി മനസ്സിലാക്കിക്കൊണ്ട് അത് തടയണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടി നിർത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള ചാണക്യസൂത്രം തന്നെയാണ് ഇവിടെ CPM എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ തോറ്റാലും സാരമില്ല. ഒരു പക്ഷേ മനസ്സിൽ കാണുന്നത് CPMൻ്റെ ബേസ്, പഴയകാലത്തെ ഉള്ള ബേസ്, OBC വോട്ടുകളിൽ 65% എന്നും CPMലേക്ക് നിന്നിരുന്ന ആ ബേസിന് ഒരു കുഴപ്പവും വരാതിരിക്കണം. 2024 പാർലമെൻറ്റിൽ അങ്ങനെയല്ല കണ്ടത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കണമെങ്കിൽ SNDPയുടെ ശക്തമായ പിന്തുണ വേണം. അതിനകത്ത് വെള്ളാപ്പള്ളി വേണം. ഇതിനകത്ത് മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന മറുവശത്തുണ്ടാകുന്ന ന്യൂനപക്ഷ കൺസോളിഡേഷനും നമ്മൾ കാണാതെ പോകരുത്. ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ റിസ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതുന്നതാണല്ലോ രാഷ്ട്രീയ തന്ത്രജ്ഞത. അതെ അതെ, ഞാനത് ഇന്നൊരു പത്രപ്രവർത്തനമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നിർത്തിയത് തോറ്റാൽ തോറ്റതിൻ്റെ ഒരു കളി കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സാണ് കളിക്കുന്നത്. കാരണം ഇനി പെട്ടെന്ന് ഇനിയിപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ കിട്ടാനോ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടാനോ ഒന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും
ഇടതുപക്ഷത്തിനില്ല. അപ്പോൾ ഉള്ളിടത്തെ ശക്തി ശക്തമാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ കാണാതെ പോകാത്ത ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ആർക്കാണ് അന്തിമമായിട്ട് ഗുണം ചെയ്യുന്നതെന്ന് കൂടി ആലോചിക്കണം. അത് BJPക്കാണ് ഗുണം കിട്ടുന്നത്. കാരണം മുസ്ലിം വിരോധം കൂടുതൽ പറഞ്ഞ്, ന്യൂനപക്ഷ വിരോധം കൂടുതൽ പറഞ്ഞ് അത് വീണ്ടും 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 പറയുമ്പോൾ താൽക്കാലികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമെങ്കിലും BJPയുടെ പരാതികളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പരാതികളും സമന്വയിപ്പിച്ച് പോകുന്ന ഒരു നറേറ്റീവിലേക്ക് രാഷ്ട്രീയം പോവുകയാണ്. അതും കാണാതെ പോകരുത് ഈ പശ്ചാത്തലത്തിൽ. ശരി ശ്രീ, അപ്പോൾ അവിടെ UDF നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതാണ് ഞാൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അച്ചടക്കമില്ല. പറഞ്ഞോളൂ താങ്കൾ. ഞാനാണോ? അതെ, ഞാനാണോ? അതെ ശ്രീ അപ്പോൾ തീർച്ചയായിട്ടും UDF ഇതിനകത്ത് നഷ്ടം വരുന്നില്ല. കാരണം എന്താണ്, UDF പണ്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റിക്കകത്ത് പഴയ കാലത്ത് കരുണാകരൻ ഉണ്ടാക്കിയ വലിയൊരു യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇന്ന് അതിൻ്റെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഘടനാപരമായിട്ട് UDF ദുർബലമാണ്. അങ്ങനെ ദുർബലമായി വരുമ്പോൾ അതിന് പഴയ ശക്തി വീണ്ടെടുക്കണമെങ്കിൽ മുന്നണിക്കകത്തുള്ള കക്ഷികളെ കൊണ്ട് പറ്റില്ല, സമുദായങ്ങളുടെ പിന്തുണ വേണം. ആ സമുദായത്തിൻ്റെ പിന്തുണ വരുന്നത് എവിടെ നിന്നൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ കക്ഷികളിൽ നിന്നാണ്, ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നാണ്. അത് അക്കോമഡേറ്റ് ചെയ്യുമ്പോഴും മറുവശത്ത് പരമ്പരാഗതമായ ഹിന്ദു വോട്ടുകൾ UDF കിട്ടുന്നത് നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ UDF ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ആ രാഷ്ട്രീയം പോകുന്നത്. ഇത് പണ്ടും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൂർത്തഭാവം എത്തിയപ്പോഴാണ് ഇടതുപക്ഷം 1987 ഇതിന് മറുവശത്ത് ഒരു യഥാർത്ഥ മതേതര മുന്നണിക്കകത്ത് ഒരു വർഗീയ കക്ഷിയും ഉണ്ടാകില്ല എന്നുള്ള ഒരു പുതിയ നറേറ്റീവ് അന്ന് EMS കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തിൽ അഭൂതപൂർവമായ ഒരു സാഹചര്യത്തിൽ അത് വിജയിപ്പിച്ച ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും എത്താറായിട്ടില്ല. ഇപ്പോൾ ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം UDF സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണൽ പൊളിറ്റിക്സിൽ നിന്ന് അത് മാറുന്നില്ല. ആ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്, അതിന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. മറിച്ച് LDF കാണിക്കുന്ന രാഷ്ട്രീയം ഒന്ന് ന്യൂനപക്ഷങ്ങളെ UDF കാര്യമായിട്ട് കൊണ്ടെത്തിക്കും. ആ ശുഭപ്രതീക്ഷ UDF നറേറ്റീവിൻ്റെ ഗുണം ലോങ് റണ്ണിൽ BJPക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന LDF BJP ആയിരിക്കുമല്ലോ. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ പച്ചയ്ക്കൊരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഞങ്ങൾ കാണുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ എക്കോണമി ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ എക്കോണമി ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SNDPക്ക് വേണ്ട സ്ഥാപനങ്ങൾ മലപ്പുറത്ത് വേണം, വയനാട് വേണം, കാസർഗോഡ് വേണം. ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ SNDP പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ അവിടെ ആരുമില്ല. UDF മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ UDF സഹായിക്കാൻ ആരുമില്ല. ഉമ്മൻചാണ്ടിയെ പോലെ ഫ്ലെക്സിബിലിറ്റി, കരുണാകരനെ പോലെ ഫ്ലെക്സിബിലിറ്റി ഉള്ള നേതാക്കന്മാരല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രോച്ചബിലിറ്റിയുടെ കാര്യത്തിൽ SNDPക്ക് വലിയ നഷ്ടമുണ്ടാകുന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നലിൻ്റെ രാഷ്ട്രീയവും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വർഗീയത പറയുന്നുണ്ടെങ്കിലും വർഗീയതയുടെ പിറകിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പൊളിറ്റിക്കൽ എക്കോണമി. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എതിർവശത്ത് മറ്റൊരു നെഗറ്റീവ് ഉണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം മലപ്പുറം ജില്ലയിൽ SNDPക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യം, അത് ഇതിലേക്ക് തന്നെ വരാം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണല്ലോ ഇന്നലത്തെ ആ ചോദ്യത്തിൽ അദ്ദേഹം പ്രകോപിതനാകാനുള്ള കാരണവും അതാണല്ലോ. ഷാക്കിർ, അതല്ലേ നിങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്? തുടക്കത്തിൽ ഷാക്കിർ സൂചിപ്പിച്ചിരുന്നു. അല്ല, അതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കണം, ഇവിടെ ഇവർ 3 പേരും പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പെടും. അതായത് കേരളത്തിലെ ഈ 3.5 കോടി ജനങ്ങളും ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ടാണ് ഓരോ പാർട്ടിയുടെ ജയിക്കുന്നത്. നിങ്ങൾ നോക്കുക, വെള്ളാപ്പള്ളി നടേശൻ 1962 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് തോന്നുന്നു തകഴി പഞ്ചായത്തിൽ മത്സരിച്ചയാളാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ അച്ഛൻ്റെ പേര് നിങ്ങൾക്കറിയില്ല, മുതലാളി ചേർത്താണ്. അദ്ദേഹം ഇതിൽ ആകൃഷ്ടനായി പിന്നെ SN ട്രസ്റ്റിലേക്ക് ആദ്യം ചെയർമാനായി വരുന്നു, പിന്നെ SNDP ജനറൽ സെക്രട്ടറിയായി 97 വരുന്നു. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഒരു പിന്നെ സഞ്ചാരപാതയെടുക്ക്. അദ്ദേഹം ഇപ്പോൾ 9.5 കൊല്ലമായി പിണറായി വിജയൻ ഭരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബായി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ SNDPക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ എന്താണ് കൊടുത്തതെന്ന് പറയാൻ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു.
ഇവർ പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ചില വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളി നടത്തിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. ആ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഴുവൻ വലിയ ഭൂരിപക്ഷത്തിൽ ഈഴവ പ്രദേശങ്ങളിൽ ജയിച്ചു വന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പിണറായി വിജയൻ വോട്ട് ചെയ്ത ബൂത്തിൽ, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ, അദ്ദേഹത്തിൻ്റെ ധർമ്മടം മണ്ഡലത്തിൽ, എം വി ഗോവിന്ദൻ വോട്ട് ചെയ്ത ബൂത്തിൽ, അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇവർക്ക് CPM-ന് വലിയ വോട്ട് കുറവുണ്ടായി. BJP-ക്ക് ഇരട്ടിയിലധികം വോട്ട് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ സമുദായവും CPM-നാണ് വോട്ട് ചെയ്തിരുന്നതെങ്കിൽ BJP-ക്ക് വോട്ട് കൂടില്ല, CPM-ന് വോട്ട് കുറയില്ല. ഈ വസ്തുതകളെല്ലാം ഇവിടെ നിൽക്കെ പിന്നെയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ വിഷജീവിയുടെ പ്രസ്താവനകൾക്ക് കേരളം ഒരു ഗൗരവം കൊടുക്കുന്നില്ല. പിണറായി വിജയൻ ജോർജ് ബ്രിട്ടാസിനെ വെച്ച് കേന്ദ്ര സർക്കാരുമായി പാലമുണ്ടാക്കിയതുപോലെ വളരെ നേരത്തെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ വെച്ചുകൊണ്ട് കേരളത്തിൽ പാലമുണ്ടാക്കിയിട്ടുണ്ട് BJP-യുമായി. എന്താണ് കരാറ്? വരും വർഷങ്ങളിൽ BJP-യെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു പാലം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ. മറ്റൊരു കാര്യം ജയേന്ദ്ര സാർ പറഞ്ഞുകൊണ്ടല്ലോ ഷാക്കിർ, അതിനുള്ള മറുപടി താങ്കൾ പറയൂ. ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള കാര്യം, അത് ആ ഒരു ആംഗിൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അത് മനഃപൂർവ്വം ഇക്കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിലൂടെ. അത് നിങ്ങളുടെ നിലപാടാണ്. ഞാൻ ചോദിക്കണേ പറയാൻ സമ്മതിക്കട്ടെ, ഇടപെടല്ലേ പ്ലീസ്. ഞാൻ അതേ പറഞ്ഞത്. ഈ കേരളത്തിൽ നമുക്കറിയാം 8 ലക്ഷം ജനങ്ങളുള്ള ജില്ലയുണ്ട്, 10 ലക്ഷം ജനങ്ങളുള്ള ജില്ലയുണ്ട്, 12 ലക്ഷം ജനങ്ങളുള്ള ജില്ലയുണ്ട്, 45 ലക്ഷം 47 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ലയുമുണ്ട്. സ്വാഭാവികമായും ഈ ജില്ല വിഭജിച്ച് ഇവിടുത്തെ മുസ്ലിം ലീഗിന് വേറെ വല്ല രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കണമെന്നല്ല. മുസ്ലിം ലീഗിന് ഇവിടെ ജില്ല വിഭജിച്ചാലും വിഭജിച്ചിട്ടില്ലെങ്കിലും എത്രയാണോ നിയമസഭാ സീറ്റ്, എത്രയാണോ പാർലമെന്റ് സീറ്റ്, എത്രയാണോ ത്രിതല പഞ്ചായത്ത് സംവിധാനം, അത് ലീഗ് ജയിച്ചു വരും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം മഞ്ജു ശ്രദ്ധിക്കണം. കേരളത്തിലെ 6 or 7 ജില്ലകളേക്കാൾ കൂടുതൽ ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. നിങ്ങൾ എറണാകുളത്തിൽ തൃക്കാക്കര അപ്പൻ്റെ മുമ്പിലെ വാർഡുകളിലെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് പരിശോധിക്കും മഞ്ജുഷേ. എൻ്റെ ഈ പാനലിൽ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരും വളരെ ബഹുമാനത്തോടെ പറയുകയാണ്. ആ തൃക്കാക്കര അപ്പന് ചുറ്റുമുള്ള ഉന്നതരായ വളരെ ബഹുമാന്യരായ ഹൈന്ദവ വിശ്വാസികൾ ജീവിക്കുന്ന അവിടെ മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിലാണ് പല ആളുകൾ ജയിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണ് മലപ്പുറത്തെ കണക്ക് മാത്രം പരിശോധിക്കുന്നത്? മലപ്പുറത്ത് 33 ജയിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെയോ മുസ്ലിംകളുടെയോ മാത്രം വോട്ടല്ല. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി അതിൻ്റെ നന്മ നിറഞ്ഞ രാഷ്ട്രീയത്തിൽ അംഗീകാരമായി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ മതവിശ്വാസികളും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവും ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഭരണ പ്രവർത്തനം ഞാൻ പറഞ്ഞ ചെറിയ കാര്യം മഞ്ജു ശ്രദ്ധിച്ചോ. 68 SNDPക്ക് കോളേജ് കൊടുത്ത് CH ആണ്. 95 ഇവർക്ക് 2 കോളേജ് കൊടുത്തത് കൊയിലാണ്ടിയിലും പുൽപ്പള്ളിയിലും ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. ഇപ്പം 2002 2003 മലപ്പുറത്തും കാസർഗോഡ് കൊടുത്ത് 4 സൂപ്പിയാണ്. ഞങ്ങൾ ഇങ്ങനെ കൃത്യമായി ഈ വസ്തുത പറഞ്ഞിട്ട് പിന്നെയും തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? അതെ, ഈ വിഷയം മാത്രം പറഞ്ഞാൽ മതിയോ അതോ മൊത്തത്തിലാണോ പറയേണ്ടത്? ഇതാണല്ലോ ഷാക്കിർ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. പറയാം അത് തന്നെ പറയാം. ഈ ഇന്നലെയാണല്ലോ വെള്ളാപ്പള്ളി ഇക്കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നത്, റിയാക്ഷൻ ഉണ്ടാവുന്നത്. അത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്ക് മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുതായി നൽകുന്നില്ല. അപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, അത് എത്ര നാളായി? അതിപ്പോ ഈ സർക്കാരിന്റെ കാലത്ത് 9 കൊല്ലമായിട്ട് LDF സർക്കാരല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ എന്തിനാ അവരോടല്ലേ ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷാക്കിറിനെ പോലുള്ള വളർന്നു വരുന്ന യുവ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാക്കിറെ, ഈ 2015-2016 കാലത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരാണ് കേരളത്തിൽ സ്കൂൾ കോളേജ് മേഖലയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത്. അതിനുശേഷമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ആ കാലത്തെ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി പറയാൻ ശ്രമിച്ചതെന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ അത് പറയിപ്പിക്കാതെ നിങ്ങൾ ചോദിക്കേണ്ടത് പിണറായി സർക്കാരിനോടല്ലേ എന്ന ക്ഷുഭിതമായ ചോദ്യം അങ്ങോട്ട് എറിയുകയാണ്. അപ്പോഴാണ് കുറെ കാലമായി റിപ്പോർട്ടർ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആക്ഷോഭം വരുന്നത്. അതാണ് അതിന്റെ ഒരു കാര്യം.
നിങ്ങൾ സൂഫി സാഹിബിന്റെ കാര്യം പറഞ്ഞാൽ 2004 കാര്യം ശരിയാണ്. പിന്നെ ഈ ജാതീയമായി വേർതിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ എന്ത് അർത്ഥമുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ മഞ്ജുഷേ, ചുങ്കത്തറയിലാണ് വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം ഉണ്ടാകുന്നത് ഏപ്രിൽ 2025. അതിന് തൊട്ട് പിന്നാലെ AIYF, മുസ്ലിം ലീഗ്, SDPI തുടങ്ങിയ സംഘടനകൾ പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പ്രതികരണം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു പൂച്ചക്കുഞ്ഞ് പോലും പോവില്ല. ഇതാണ് പ്രതികരണം. അപ്പൊ അതിനെ സംബന്ധിച്ച് അന്ന് തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇത് മതപരമായ ഒരു ഭിന്നിപ്പിക്കൽ വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്നില്ല എന്ന അത്ര ഈ രാഷ്ട്രീയ സ്ഥൈര്യമുള്ള ഒരു നേതാവാണല്ലോ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം പിന്നെ എന്തിനാണ് ഒരു പൂച്ചക്കുഞ്ഞ് പോലും പോകില്ല എന്ന് പറഞ്ഞത്? അപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ പറയുന്നതിലായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ കേവലമായി ഇങ്ങനെ കാണുന്നതല്ല. മറ്റൊരു കാര്യം ഞാൻ എളുപ്പത്തിന് ആരും അംഗീകരിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ലേ അങ്ങനെ പറഞ്ഞത്? ആര്? അതെ, ഒരു പൂച്ചക്കുഞ്ഞ് പോലും പോവില്ല എന്ന് പറയുമ്പോ വെള്ളാപ്പള്ളി പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാനീ പറയുന്ന ഈ പിന്നെ അനോമലീസ് ഒക്കെ ഉണ്ടല്ലോ പിന്നീട് പറഞ്ഞൊക്കെ വർഗീയ പരാമർശമാണ്, അതിന് പിന്നാലെ ആരും പോകില്ല എന്നാണ്. ആ ഒരു നിലപാടിൽ ലീഗ് മാറ്റം വരുത്തിയിട്ടില്ല വെള്ളാപ്പള്ളിക്കെതിരെയുള്ള. വെള്ളാപ്പള്ളി ഇത് ലീഗിനെതിരെയാണ് എന്ന് പറയുന്നതിന് മുൻപും CPM അത് തള്ളി പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വളരെ വൈകിയാണ് വെള്ളാപ്പള്ളി തിരുത്തിയത് പിന്നെ അല്ലേ അത് ലീഗിനെതിരെയാണെന്ന് പറഞ്ഞത്. അല്ലല്ല ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്നതും നമ്മളിപ്പോ വളരെ ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ചില കാര്യങ്ങളോട് സംസാരിച്ചല്ലോ, സൂചിപ്പിച്ചല്ലോ. ഞാൻ കണക്കാക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ലഡ്ഡുവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് അദ്ദേഹം കൊടുത്തൊരു ലഡ്ഡു. കാര്യം ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ മധുരിച്ച് നടക്കട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് അതിന് പ്രസക്തിയും ഇല്ല. അതാണ് കാരണം. 78 ഭട്ടന്യ കോൺഗ്രസിലാണ് CPI കോൺഗ്രസുമായിട്ട് പിന്നെ സലാം പറയുന്നത്. ഇനി വീണ്ടും ഒരു തിരിച്ചുപോക്ക് അങ്ങോട്ട് അസാധ്യമാണ്, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് മുന്നണി ബന്ധത്തിൽ വളരെ തിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവരാണ് ഞങ്ങൾ തമ്മിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ മറ്റൊരു രാഷ്ട്രീയ പെർസ്പെക്റ്റീവ് ഉള്ള വേറൊരു പ്രശ്നമാണ്. അതായത് CPI വിമർശിക്കുന്നിടത്ത് മാത്രമേ വെള്ളാപ്പള്ളിയെ തള്ളുന്നുള്ളൂ, ബാക്കി ഒരു കാര്യത്തിലും തള്ളുന്നില്ല. വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുക വിമർശിക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിന് വിമർശനമായിട്ട് നിങ്ങൾ കണക്കൂട്ടുന്നുള്ളതേ ഉള്ളൂ, അത് വിമർശനമായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. CPIക്കെതിരെ എന്ന് താങ്കൾ പറഞ്ഞില്ലേ വിമർശനമെന്ന്, ഞാനത് CPIക്കെതിരായിട്ടുള്ള വിമർശനമായിട്ട് കാണുന്നില്ല. വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി പരിഹസിക്കുകയായിരുന്നുവല്ലോ, ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. അല്ല, അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ടുപേരും കയ്യോടെ തള്ളിയല്ലോ. അത് മാത്രം തള്ളി, കാരണം അത് മുന്നണി ബന്ധത്തിന്റെ പേരിൽ തള്ളി. പക്ഷേ മറ്റൊരു കാര്യവും വെള്ളാപ്പള്ളി നടത്തിയ മറ്റൊരു പരാമർശം തള്ളിയിട്ടില്ല. അല്ല, അവർ ഇൻടാക്ട് ആയിട്ട് തന്നെ പോകുന്നു എന്നുള്ളതിനെക്കുള്ള തെളിവാണ് മഞ്ജുട്ടെ. എന്താണ് ഷാക്കിർ, എന്താണ്? അതായത് കറക്റ്റാണ് മഞ്ജുഷ പറഞ്ഞത്. ഈ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തെ ഒന്നിനെ പോലും CPM ഇന്ന് MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിയിട്ടില്ല. ഈ CPIയുടെ ഈ ചതിയൻ ചന്തു എന്നുള്ള അവരെക്കുറിച്ച് പറഞ്ഞത് മാത്രം ഒരു ഭംഗ്യം തരേണ ഒരു ചെറിയ പിന്നെന്താ പറയുക, അത് അംഗീകരിക്കുന്നില്ല, അത് പറഞ്ഞു പോയി. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ട മഞ്ജുഷേ. ഈ 1903 SNDP രൂപീകരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായി അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, ആതുരാലയങ്ങളിലൂടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ക്ഷേത്രപ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ നോക്കുക, ഇപ്പോൾ UDFന്റെ കാലത്ത് കോളേജുകളും കോഴ്സുകളും കൊടുത്തില്ല എന്നിവർ പറയുന്നു. 2011-16 വരെ എവിടെയാണ് അന്ന് കോളേജ് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ പരിശോധിച്ച അന്നും വളരെ കുറച്ച് കോളേജുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കൊടുത്തിട്ടുള്ളത് SNDPക്കാണ്. മാത്രവുമല്ല, ഇപ്പോൾ പിണറായി വിജയൻ വന്നിട്ട് വെറും 26 ബാർ ഉണ്ടായിരുന്നത് 800-ലധികം ബാറായപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബാറുകൾ, കള്ളുഷാപ്പുകൾ കൊടുത്തിട്ടുള്ളത്, മദ്യശാലകൾ കൊടുത്തിട്ടുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശനാണ്. SNDPക്കല്ലോ, വെള്ളാപ്പള്ളി നടേശന്. അപ്പോൾ ഇയാൾക്ക് ഇദ്ദേഹത്തിന് എന്താണ് താല്പര്യം? ഇവർക്ക് ബായി നിന്ന് കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മദ്യവിൽപ്പന അത് ഉഷാറാക്കി കൊണ്ടുവരണം, കള്ള് കച്ചവടം ഉഷാറാക്കണം, ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കണം. അദ്ദേഹത്തെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ CPMകാർ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടെ വാദിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനീയനായ വ്യക്തി ഉൾപ്പെടെ ഈ വെള്ളാപ്പള്ളി ന്യായീകരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? UDFോ മുസ്ലിം ലീഗോ SNDPക്കെതിരെയോ ഈഴവ സമുദായത്തിനെതിരെയോ
ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ കൃത്യമായി പലതവണ പറഞ്ഞു, UDF അധികാരത്തിൽ വന്ന കാലങ്ങളിലാണ് SNDPക്ക് ഏറ്റവും കൂടുതൽ കോളേജുകൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് 143 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 100-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും SNDPക്ക് കൊടുത്തിട്ടുള്ളത്, SN ട്രസ്റ്റിന് കൊടുത്തിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ്. അതിലേറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ കാലഘട്ടത്തിലാണ്. ഇത്രയും വളരെ ക്ലിയർ കട്ട് കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് തെരഞ്ഞാൽ കിട്ടുന്ന സത്യമാണല്ലോ. ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും പിന്നെ വർഗീയത പറയുന്ന ആളുകളെ മാറ്റി നിർത്താൻ ഇവർ തയ്യാറാവണ്ടേ? ശരി, ശ്രീ വേണുഗോപാൽ, പക്ഷേ വർഗീയതയല്ല വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് CPM നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കേരള രാഷ്ട്രീയം പിന്നെ ഒറ്റ കാര്യമുള്ളൂ, അപ്പൊ UDFന് ഐശ്വര്യമാണ് വെള്ളാപ്പള്ളി, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ഇതിനകത്ത് പ്രധാന പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ നിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് പ്രസ് കോൺഫറൻസിലും പറഞ്ഞു, കേരളത്തിലെ രാഷ്ട്രീയം വളരെ മാറിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് വർഗീയ അടിസ്ഥാനത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ശക്തി പ്രകടനവും കൂടെയാണ് ഇപ്പോൾ UDF നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്നാൽ അതേസമയം ഹിന്ദു വോട്ടുകൾ പലതരത്തായിട്ട് വിഭജിച്ച് പോകുന്നു എന്നുള്ള ഒരു കാര്യവും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് നിർത്താൻ പ്രത്യേകിച്ച് SNDPയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഈഴവരുടെ വോട്ടുകളെങ്കിലും തങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് വലിയ പരിക്കില്ലാത്തൊരു മുന്നേറ്റം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് SNDP അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ വെള്ളപൂശിക്കൊണ്ട് ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം. പിന്നെ CPI പറഞ്ഞതിനെക്കുറിച്ച് ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ മൗനമായി സന്തോഷിക്കുന്ന ഒരുപാട് CPMകാരുണ്ട്. കാരണം വെള്ളാപ്പള്ളിയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ LDFിൽ നിന്ന് അകറ്റുന്നതിന് സഹായിച്ചിട്ടുള്ളത് CPI ആണ്. അതായത് PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രഹസ്യ ബാന്ധവം ഉണ്ടാക്കുന്നെന്നും രഹസ്യമായി അവിടെ പോയി ഒപ്പിടുന്നെന്നും ഒക്കെയുള്ള കുറേ നാളായി VD സതീശനും UDFും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിയറി തങ്ങളുടെ തോളിൽ കയറി ഇരുന്നുകൊണ്ട് CPI പറഞ്ഞപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ പിന്നെ ബോധ്യമായി. പിന്നെ നീ അതിനകത്ത് ആരും പറയേണ്ട കാര്യമില്ല. അങ്ങനെ CPMന് ഏറ്റവും അടിത്തറ ഇളക്കുന്ന വിധത്തിൽ മുസ്ലിം വോട്ടുകൾ പുറത്തേക്ക് പോകുന്നതിന് ഒരു ഘടകം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്താവുന്ന ഒരു ഘടകം CPI അരക്കിട്ടുറപ്പിച്ച പിണറായി മോദി അമിത്ഷാ ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിന് വേണ്ടി 2 ആഴ്ചയോളം ഇവിടെ നടത്തിയ പ്രഹസനങ്ങൾ, പ്രസ്താവനകൾ, ബഹളങ്ങൾ, അവസാനം പിണറായി വിജയൻ തന്നെ വന്ന് ബിനോയ് വിശ്വത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ പോലെ നിന്ന് ഒപ്പിട്ട് കരാർ തിരുത്തി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാണ് മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമായത്. ഇവിടെ ഒരു ഹൈന്ദവ ബാന്ധവം എന്ന രീതിയിൽ ഡൽഹിയുമായി ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇനി ഞങ്ങളുടെ ആളിൻ്റെ കൂടെ നിന്ന് മുഴുവൻ വോട്ടും കൊടുക്കും എന്ന് തീരുമാനിച്ചത് തന്നെയാണ്. മലപ്പുറം, വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളും ഉൾപ്പെടെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ UDFന് 100-100 ഏതാണ്ട് പിടിക്കാൻ, ബാക്കിയുള്ളിടത്തെല്ലാം 100, കോട്ടയത്ത് മാത്രമേ 100-100 ഇല്ലാതുള്ളൂ, ബാക്കി എല്ലായിടത്തും 100-100 പിടിക്കാൻ കഴിഞ്ഞതും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും UDFന് മുന്നേറ്റം ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകവും അതുതന്നെയായിരിക്കും. ആ ഡാമേജ് എത്രയും കുറയ്ക്കുക എന്നുള്ളതും LDFനെ സംബന്ധിച്ചിടത്തോളം 10-40 സീറ്റിൽ ഇപ്പോഴും അവർ മേൽക്കോയ്മയുണ്ട്. അപ്പോൾ കുറച്ച് വരുന്ന ഒരു 10-30 സീറ്റുകളിൽ 3000-നും 4000-നും ഒക്കെ ഉള്ളത്, ചിലർ വെറും 1000-ന് എന്ന് പിന്നെ മാഷ് പറയുകയുണ്ടായി, 1000-ൻ്റെ വോട്ടിന് വ്യത്യാസമുള്ളത് വരുമ്പോൾ തന്നെ ഒരു 60 ആവും. അപ്പോൾ ആ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം വെള്ളാപ്പള്ളി നടേശനെയും SNDPയെയും കൂടെ നിർത്തിയാൽ തങ്ങൾക്ക് കിട്ടുമെങ്കിൽ പിന്നെ 70-71 ഒരു ബരാബർ പിടുത്തത്തിലേക്ക് പോകാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു വിഫല ശ്രമമോ അല്ലെങ്കിൽ ഒരു അവസാനഘട്ട വെപ്രാളം പിടിച്ച ശ്രമമാണ് ഇവിടെ ഇപ്പോൾ. അതായത് ഡോക്ടർ ജി ഗോപകുമാർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള വിലയിരുത്തലിൽ നിന്ന് മാറുന്നില്ല, ഇനി അങ്ങോട്ട് മാറുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതൊരു സംശയമില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും ഞാനതൊരു വാക്ക് പറഞ്ഞല്ലോ. തോക്കുന്നുണ്ടെങ്കിൽ തോക്കട്ടെ, തോറ്റാൽ തോറ്റ കളി എന്നുള്ളൊരു നിലപാട് എടുക്കുന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇനിയിപ്പോൾ ഈ പൊളിറ്റിക്സ് മുന്നോട്ട് പോവുക എന്നല്ലാതെ മറ്റൊരു മാർഗവും LDFൻ്റെ മുമ്പിലില്ല. പക്ഷേ ഇതിൽ നിന്ന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് അവർക്ക് ആത്മവിശ്വാസമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രീ വേണു അത് ചൂണ്ടിക്കാണിച്ചു. അതിൽ വ്യക്തമായി പറയാം,
പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഏതാണ്ട് 5% വോട്ട് വർധനവ് ഇത്തവണയും ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട്. 17 ലക്ഷം വോട്ട് കൂടുതലും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോമ്പൻസേറ്ററി ലോസ് BJPക്ക് മറുവശത്ത് വന്നതും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു ഫാക്ടറിനെയാണ് രണ്ടു കൂട്ടരും പിടിക്കുന്നു എന്നുള്ളതല്ലേ ഇവിടെ കാണുന്നത്. രണ്ടു കൂട്ടരും ഹിന്ദു ഫാക്ടറിനെ പിടിക്കുകയാണ്, ഹിന്ദു കൺസോളിഡേഷനെ പിടിക്കുകയാണ്. അപ്പോൾ ആ പൊളിറ്റിക്സ് ഈ ചർച്ച ഇതിനകത്ത് ദൂരവ്യാപകമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാരണം ഇനിയിപ്പോൾ നാളെ UDF ആണ് അധികാരത്തിൽ വരണമെന്നിരിക്കട്ടെ, അഥവാ LDF ആണെങ്കിലും സർക്കാരിന് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാമ്പത്തികമില്ലാത്തിടത്തോളം കാലം ഈ SNDP പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ പോലെയുള്ള കമ്മ്യൂണൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ എയ്ഡഡ് സ്ഥാപനങ്ങളൊന്നും കൊടുക്കാനില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റത്തുമില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, 5 ലക്ഷം കോടി രൂപയുടെ കടമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇതൊന്നും അധികമായിട്ട് കളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് വെള്ളാപ്പള്ളി പിണങ്ങിയെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ആര് വന്നാലുമില്ല, UDF വന്നാലുമില്ല, LDF വന്നാലുമില്ല. കാരണം സർക്കാരിന് അങ്ങനെ സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാഹചര്യമില്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലേക്ക് പലതും പോവുകയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വകാര്യ സർവകലാശാലകളുടെ പ്രസ്താവന ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റവും ഉണ്ടാകാം. അപ്പോൾ ചുരുക്കത്തിൽ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കൺസോളിഡേഷൻ തന്നെയാണ് നോക്കുന്നത്. അതുവഴി മാത്രമേ മറുവശത്ത് ശക്തമായ കമ്മ്യൂണൽ ഗ്രൂപ്പിംഗ് ആണെന്ന് പരിഗണിക്കപ്പെടുന്ന UDFനെ സംബന്ധിച്ചിടത്തോളം അവരെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഈ ഒരു സാഹചര്യമേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നലിൽ, അതല്ലാതെ മറ്റേത് മാർഗമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന് നേടിയ വൻ മുന്നേറ്റം. തോറ്റുപോയെങ്കിൽ അത് ഗോവിന്ദൻ പറഞ്ഞത് 4.5% വോട്ട് വർധനവും 17 ലക്ഷത്തിൻ്റെ വോട്ട് വർധനവും ഞങ്ങൾക്കുണ്ടായി എന്ന് പറയുമ്പോൾ ആ കൺസോളിഡേഷനാണ്, പുട്ടിങ് ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, എല്ലാ മുട്ടകളും കൂടെ ഒരു കൂടയിൽ വയ്ക്കുക. ആ ഒരു പ്രതീക്ഷയിലുള്ള പൊളിറ്റിക്സാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു പൊളിറ്റിക്സ് കൊണ്ട് ഗുണം കിട്ടാൻ സാധ്യതയില്ല. കാരണം മറുവശത്ത് BJP ശക്തമായി നിൽക്കുന്നത് കൊണ്ട് LDFനെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഭൂരിപക്ഷം കിട്ടുന്നില്ല. എന്നാലും പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങൾക്കൊരു 10 സീറ്റിൻ്റെ കുറവിലേ ഇപ്പോഴും വ്യത്യാസമുള്ളൂ, 60 സീറ്റിൽ ഞങ്ങൾ തന്നെയാണ് മുൻപന്തിയിലെന്ന് ഇന്നും പറഞ്ഞതല്ലേ. ആ 10 സീറ്റ് എങ്ങനെ വേണം സ്വിങ് ചെയ്യാം എന്നും പറയുന്നുണ്ടല്ലോ. അതിനിയും പൊളിറ്റിക്സിന് 2-3 മാസം ബാക്കിയുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തിനിടയിൽ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാകാം. ഈ സാഹചര്യങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇതിപ്പോൾ വർഗീയതയാണ് ഇവിടെ രാഷ്ട്രീയമെന്ന് നമുക്ക് മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തോന്നുമെങ്കിലും അതിൻ്റെ പിറകിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളെ കുറച്ച് കാണണ്ട. ആരായാലും SNDP ആയാലും മറ്റ് ഗ്രൂപ്പുകളായാലും അവർക്ക് അതിനോടൊപ്പം കിട്ടുന്ന സാമ്പത്തിക ഗുണങ്ങളുടെ മെച്ചം കൂടി അതിനകത്തുണ്ട്. ആ മെച്ചത്തിൻ്റെ പേരിലുള്ളൊരു സ്ട്രഗിളിന് വർഗീയതയെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്, ഈ രാഷ്ട്രീയത്തിൽ കാണുന്നത് ഇതാണ്. അപ്പോൾ ഇതെല്ലാം മറുവശത്ത് BJP ഒരു വശത്ത് നിൽക്കുന്നുണ്ട്, അവർക്ക് ഭരണത്തിൽ അധികാരം കിട്ടുന്നില്ല. പക്ഷെ അവരെടുക്കുന്ന നിലപാട് കുറച്ചുകൂടി പോളറൈസ്ഡ് ആണ്. എന്നാൽ അത്രത്തോളം ധ്രുവീകരിക്കപ്പെട്ടതല്ല LDFൻ്റേത്. ഇന്നത്തെ പ്രസ്താവനകളിലൊക്കെ, ഇന്നത്തെ പത്രസമ്മേളനത്തിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ സ്വരത്തിൻ്റെ അർത്ഥം നമ്മൾ കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കളി ഇപ്പോൾ CPM കളിച്ചില്ലെങ്കിൽ CPM പോകുന്നത് ബംഗാളിലേക്കാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെയെങ്കിലും കൂട്ടുപിടിച്ച് മാക്സിമം ഒന്നുകിൽ 70 അടുപ്പിച്ച് വരുന്നൊരു ഒരു ബലാബലം പിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇവിടെ സാറ് പറഞ്ഞ പോലെ മാന്യമായ ഒരു തോൽവി. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടായില്ലെങ്കിൽ CPM ബംഗാളിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ കയറി വരിക വളരെ ബുദ്ധിമുട്ടായിരിക്കും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വെള്ളാപ്പള്ളിയെ CPM കൈവിടുന്നുവോ? CPM കൈവിടുന്നുവെന്നാണ് 68% പ്രേക്ഷകരുടെ അഭിപ്രായം, അല്ല എന്ന് 27%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.